ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകങ്ങൾ 18-19. നൈവ തസ്യ കൃതേനാർത്തോ ന കൃതേനേക കശ്ചന ന ചാസ്യ സർവഭൂതേഷു കച്ചിദർത്തവ്യപാശ്രയഃ തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. നൈവ തസ്യ കൃതേനാർത്തോ ന കൃതേനേക കശ്ചന ന ചാസ്യ സർവഭൂതേഷു കച്ചിദർത്തവ്യപാശ്രയ തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. ഭഗവാൻ പറയുകയാണ്, ആത്മസാക്ഷാത്കാരം നേടിയവന് വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഒന്നും നേടാനില്ല, അനുഷ്ഠിക്കാതിരുന്നിട്ടും ഒന്നും നേടാനില്ല. അയാൾക്ക് ഒരു കാര്യത്തിനും മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല. ആത്മജ്ഞാനം നേടിയവന് വേദോക്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല, എന്നുവെച്ചൊന്നും ചെയ്തുകൂടുന്നുമില്ല, ചെയ്യാതിരിക്കേണ്ട കാര്യവുമില്ല. അയാൾ ചെയ്യുന്നതെന്തും ഈശ്വരാർപ്പണമായിട്ടാകുമ്പോൾ അവ തന്നെ യജ്ഞാനുഷ്ഠാനം പോലെ പ്രയോജനപ്പെടും. അതുകൊണ്ട് അർജുന, ആത്മസാക്ഷാത്കാരം നേടുന്നതുവരെയും സാധനകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. സ്ഥിതപ്രജ്ഞത്വം നേടിക്കഴിഞ്ഞവനൊന്നും അറിയാനില്ല, അറിയേണ്ട കാര്യവുമില്ല. ആശയോ അഭിലാഷങ്ങളോ ഇല്ലെന്നതുപോലെ തന്നെ ശോകമോ ഭയമോ സ്ഥിതപ്രജ്ഞനെ ബാധിക്കുന്നില്ല. എന്തെങ്കിലും നേടണമെന്ന ചിന്തയില്ലായകയാൽ പ്രവർത്തനങ്ങൾ മുഴുകേണ്ട ആവശ്യവുമില്ല. പക്ഷേ കർമ്മവാസനാബന്ധനായ അർജുനൻ ഇനിയും ആ നിലയിലേക്ക് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ഫലാസക്തിയില്ലാതെ ഈശ്വരാർപ്പണമായി ഒരു യജ്ഞം എന്ന നിലയിൽ സ്വധർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണമെന്ന് ഭഗവാൻ അർജുനനോട് പറയുകയാണ്. അതുകൊണ്ട് അർജുന, നീ ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യണം. ഈ വിധത്തിൽ ചെയ്യപ്പെടുന്ന കർമ്മം മോക്ഷപ്രദമാകുന്നു. ആഗ്രഹങ്ങളില്ലാതെ കർത്തവ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ കർമ്മപാശത്തിന്റെ ബന്ധനമില്ലാതെ മോക്ഷം നേടാനാകും. നിഷ്കാമ കർമാനുഷ്ഠാനം പരമപദപ്രാപ്തിക്കുതകുകയും ചെയ്യും. പരമപദമെന്നാൽ പരമാത്മസായുജ്യം അഥവാ മുക്തിയാകുന്നു. ഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങളിൽ മുഴുകുന്നയാൾ ശരിയായ മുക്തിമാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ലൗകിക വിഷയങ്ങളിലുള്ള ആസക്തിയോടെ ചെയ്യപ്പെടുന്ന ദുഷ്കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചനം വേദവിഹിതങ്ങളായ യജ്ഞാദി കർമ്മങ്ങളുടെ ഫലമായുണ്ടാകും. ഈശ്വരാർപ്പണമായ കർമ്മങ്ങൾക്ക് പാപപുണ്യങ്ങളുടെ സ്പർശമേ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവ സാധകനെ മുക്തിപദത്തിലെത്തിക്കുന്നു. കർമ്മവാസനകളാൽ ആബദ്ധനായ വ്യക്തിക്ക് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടി വരുന്ന കർമ്മത്തെയാണിവിടെ കാര്യം കർമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്.